ഹലോ എവരിബഡി, നമസ്കാരം. വെൽക്കം ടു മൈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ കമ്പാരിസൺ റിവ്യൂ. അതായത് നമ്മുടെ കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് അഗ്നിപരീക്ഷകളുടെ മൊത്തം കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓടിച്ചു പോകാം. വ്യത്യസ്ത റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. കന്നഡ നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആദ്യം തന്നെ നമുക്ക് കന്നഡ പറയാം. കന്നഡ ഇന്ന് ശ്രുതിയുടെ ടീമിന് എലിമിനേഷനാണ് നടക്കുന്നത്. അവർ 3 പേരിനെ നോമിനേറ്റ് ചെയ്തു. ക്യാപ്റ്റൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്തു 3 പേരിനെ. 3 പേരിൽ കൺവിൻസ് ചെയ്യാൻ ടൈം കൊടുത്തു. ശ്രുതി അതിനകത്ത് ഇഷ എന്ന് പറഞ്ഞ കുട്ടിയെ സേവ് ചെയ്തു. ശ്രേയസും അഭിജിത്തിനും ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ടാസ്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു ടാസ്ക് ആയിരുന്നു. അതായത് കയ്യിൽ ഇവിടെ ഒരു ഷോക്ക് ബാൻഡ് ഇടണം. അത് എന്നിട്ട് നമ്മൾ മറ്റേ ഓപ്പോസിറ്റ് ആളിനെ എന്തുകൊണ്ട് ബിഗ് ബോസിൽ കയറാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംസാരിക്കണം. അപ്പോൾ ഓരോ പോയിന്റ് പറയുന്നതിനനുസരിച്ചിട്ട് ഷോക്ക് കൊടുക്കണം. അതാണ് ടാസ്ക്. പക്ഷേ അവരവിടെ ഇരുന്നിട്ട് ഫെയർ ആയിട്ടല്ല കളിച്ചത്. കാരണം 2 പേരെയും നോക്കിക്കഴിഞ്ഞാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയായിരുന്നു നമ്മൾ വ്യൂവേഴ്സിന് ഫീൽ ചെയ്തത്. അത് തന്നെ ജഡ്ജസും പറഞ്ഞു. അവർ നിങ്ങൾ നോൺസെൻസ് ടോക്കായിരുന്നു, ഒരു പോയിന്റും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചുമ്മാ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് വന്ന ആളാണെങ്കിൽ, അതായത് രണ്ടാമത് വന്ന ആളായിരുന്നു മറ്റേ അഭിജിത്തായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് അഭിജിത്താണെന്ന് തോന്നുന്നു. അഭിജിത്താണ് രണ്ടാമത് വന്നത്. അവനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഷോക്ക് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശരിയല്ല ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിൻ്റെ സംസാരം വന്നു. സംസാരം വന്നു കഴിഞ്ഞപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വിനയ് ഗൗഡ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരെയും ബോത്ത് ഓഫ് യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു വിനയ് ഗൗഡ. അത് ചോദ്യം ചെയ്തുകൊണ്ട് മറ്റേ ശ്രേയസ് സംസാരിച്ചു കഴിഞ്ഞപ്പം ശ്രേയസിനെ ഗെറ്റ് ഔട്ട് അടിച്ചു. കാരണം അവർ ചുമ്മാ ഒരു ലൂസ് ടോക്ക് നടത്തുമായിരുന്നു അവിടെ ഇരുന്നിട്ട്. അതൊരു സുഖകരമായ ഏർപ്പാടായിട്ട് തോന്നിയില്ല. സ്റ്റേജിന് റെസ്പെക്റ്റ് കൊടുക്കണമെന്നൊക്കെ പറയണുണ്ട് ജഡ്ജസ്. അത് അഭിജിത്ത് ഒന്നും വേണ്ടിയില്ല. പക്ഷെ അഭിജിത്തിനെ എലിമിനേറ്റ് ചെയ്യുവാണ്. ഇവിടെ കന്നഡയിൽ എലിമിനേറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രേയസിനെ ഗെറ്റ് ഔട്ട് അടിച്ച് ശ്രേയസിനൊന്നും കൊടുത്തൊന്നുമില്ല. അഭിജിത്തിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ 21 പേരുമായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഗെയിമിൽ ഒരാളിനെ ആയിരുന്നു ശരിക്കും എവിക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ 2 പേരെ എവിക്റ്റ് ചെയ്ത് കാരണം 19 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രുതിമാൻ്റെ ടീമിനെയാണ് അത് എഫക്റ്റ് ചെയ്തത്. 5 പേരുണ്ടായിരുന്നതിൽ 2 പേര് പോയപ്പോൾ 3 പേരേ ഉള്ളൂ ടീമിനകത്ത്. അത് അവരെ എഫക്റ്റ് ചെയ്തു. പിന്നെ ചന്ദൻ ഷെട്ടിയുടെ ടീമിന് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ഇന്നലെ ക്വിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ ടീമിനകത്തുള്ളവരെ നോക്കിയിട്ട് ടീം മെമ്പേഴ്സ് തന്നെ വോട്ട് ചെയ്തിട്ട് കിരൺ ശാസ്ത്രീനെ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇന്ന് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റ് ടു വിക്ടറി ഇതായിരുന്നു ടാസ്ക്. എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും വിക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുവിലൊരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് വലിയൊരു ബോൾ വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ തള്ളിക്കൊണ്ടുപോയിട്ട് ഓപ്പോസിറ്റ് ടീമിൻ്റെ വിക്കറ്റ് വീഴ്ത്തണം. അതായത് ലൈനൊന്നും ക്രോസ് ചെയ്യാൻ പാടില്ല. അതാണ് ലോ. ഇപ്പോൾ സംഗീത വേഴ്സസ് ചന്ദൻ ഷെട്ടി ആയിരുന്നു ഇന്ന് കളിച്ചത്. ഇതിൽ ഒരു ടീമിൽ 2 പേർക്കേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കളിക്കാൻ യോഗ്യതയില്ലാത്ത 3 പേരിനെ ക്യാപ്റ്റൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇൻറ്റു മാർക്ക് ചെയ്തിട്ട് കളയണം. അപ്പോൾ ഫസ്റ്റ് ടീമിനകത്ത് അതിൽ ക്യാപ്റ്റൻസ് വന്നിട്ട് സെലക്ട് ഒക്കെ ചെയ്തു. അതിൽ ഞങ്ങൾ അർഹരാണ് അങ്ങനെയൊക്കെ വാദിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവർ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ പോയിൻറ്റ്സ് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ജഡ്ജസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 2 പേര് വെച്ചിട്ട് ആണ് ചെയ്തത്. 6 ചാൻസ് ആണുള്ളത്. 6 ചാൻസിൽ കൂടുതൽ ചാൻസ് വിൻ ചെയ്യുന്നവർക്കാണ് ജയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3-2 ഒരു ഗെയിം ഫൗളായിപ്പോയി. നല്ല ഫിസിക്കലായിട്ട് ആണ്, ഫിസിക്കൽ ഗെയിമാണ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗെയിമാണ്. ഫിസിക്കലായിട്ട് കളിച്ച് ഇവർ കളിച്ച സ്റ്റൈലും മെത്തേഡും എനിക്ക് പറയാനുള്ളത് വന്നിട്ട് മലയാളം അഗ്നിപരീക്ഷയുടെ ജഡ്ജസ് ഒന്ന് കാണണം. അപ്പം നിങ്ങളാണെങ്കിൽ ഇവരെ എല്ലാത്തിനെയും പിടിച്ച് ഗെറ്റ് ഔട്ട് അടിക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണണം ഇവർ കളിച്ച ഗെയിം എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് അഗ്രഷൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഫിസിക്കൽ പാടില്ല, ഇങ്ങനെ പാടില്ല. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ ലോസ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കാണണം കേട്ടോ, ഇവരെങ്ങനെയാണ് ഇത് കളിച്ച മെത്തേഡെന്ന്.
അപ്പോൾ ഇതിൽ സംഗീതൻ്റെ ടീമാണ് 3-2 വിൻ ചെയ്തത്. അടുത്തത് ശ്രുതി ആൻഡ് വിനയ് ടീം വന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ബോൾ ബലേ ബോൾ എന്നാണ്. അത് നല്ല രസകരമായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്, ആ ടേബിളിൽ കുറേ ഹോൾസ് ഉണ്ട്, അത് രണ്ടറ്റത്തും 2 കയറുണ്ട്, അതിന് മാർക്കിംഗ് ഉണ്ട്. അത് മാർക്കിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോവാതെ പുറത്ത് ഇങ്ങനെ തൂക്കി പിടിക്കണം, 2 പേരും കൂടെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ബോൾ അതിനകത്ത് ഇടണം. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു ഫിഷ് ബൗൾ വെച്ചിട്ടുണ്ട് അവിടെ. ആ ഫിഷ് ബൗളിൽ ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ ആ ഫിഷ് ബൗളിൽ ബോൾ വീഴ്ത്തണം. ഇതാണ് ഗെയിം. അപ്പോൾ ഇതിൽ ഇവരും ഇതേപോലെ തന്നെ 2 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. 3 പേരിനെ ഔട്ടാക്കിയ, അങ്ങനെ ഔട്ടാക്കിയെന്നല്ല, 3 പേർക്ക് ഈ ഗെയിം കളിക്കാൻ യോഗ്യതയില്ല എന്ന് മാറ്റിയിട്ട് ഇവർ കളിച്ചു. അതിൽ വിനയിൻ്റെ ടീം വിൻ ചെയ്തു. ഇപ്പോൾ ഇതിൽ വിനയിൻ്റെ ടീമിൽ ക്യാപ്റ്റൻ ലക്ഷ്മി എനിക്ക് അതിനകത്തൊരു കാര്യം പറഞ്ഞാൽ, ലക്ഷ്മി ഏത് ഗെയിം വരുന്ന സമയത്തും അതിനകത്തൊരു കുറച്ച് ഏജ്, അവർ 60 വയസ്സ് കൂടുതലുള്ളൊരു ടീച്ചറുണ്ട്, അവർക്ക് കളിക്കാനുള്ള ഒരു ചാൻസ് അവർ കൊടുക്കുന്നില്ല ലക്ഷ്മി. കാരണം ലക്ഷ്മി എപ്പോഴും പറയുന്നത് അവർ ഏജ് കൂടുതലാണ് എന്നാണ് ലക്ഷ്മി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം അവരൊരു യോഗ ടീച്ചറാണ്. അവർക്ക് ഈ ഗെയിമാണെങ്കിൽ നല്ല ഷോൾഡർ പവർ വേണ്ട ഗെയിമാണ്. അവർക്ക് നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, അവർ ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണ്. ഏജ് ഒരു ഫാക്ടറേ അല്ല. അവർക്കത് ആ ഗെയിം ശരിക്കും കളിക്കാൻ പറ്റും. അവർ ഏജ് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ വേറെ എന്ത് പോയിൻറ്റ്സ് പറഞ്ഞിട്ട് വേണമെങ്കിലും ഓക്കെയാണ്. ഏജ് ഉള്ളത് കൊണ്ട് ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് പറയുന്നത് ഒരിക്കലും പറ്റില്ല. കാരണം അവരത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ആളാണ്. അത് ഇന്നലെ സ്റ്റേജിൽ പ്രൂവ് ചെയ്യുകയും ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിം കളിച്ച് വിനയിൻ്റെ ടീമാണ് വിൻ ചെയ്തത്. പിന്നെ വോട്ടിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കന്നഡയിൽ വോട്ടിംഗ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് അതിനകത്ത് ഫസ്റ്റ് ടാസ്ക് കളിച്ചതിൽ ഒറ്റ പോയിന്റിനാണ് പോയത്. എന്നാലും അത് കളിച്ചത് 4 പേര് കളിച്ചതിൽ 3 ജെൻസിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് 3 പോയിന്റും നേടിയിട്ടുള്ളത് ഒരു ലേഡി ആയിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ അവരെ. കാരണം 4ാമത് അവർക്ക് എടുക്കാൻ പറ്റാതിരുന്നത് കംപ്ലീറ്റ്ലി ലോക്കാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. അവർ എന്നിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പോയി അവർക്ക് വോട്ടും ചെയ്തിട്ടുണ്ട് എന്തായാലും. കാരണം അവരുടെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത്. ഞാൻ അവരെ ഫാനൊന്നും ആയിട്ടില്ല, അവരുടെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്തു. കാരണം നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള 3 ജെൻസിൻ്റെ അടുത്ത് മുട്ടി നിന്ന് അവർ ആ ഗെയിം വിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കപ്പാസിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവരുടെ ആ ഒരു ടാലൻറ്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവർക്ക് പോയി വോട്ടും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ കന്നഡയിൽ നടന്നത്. ഇനി നമുക്ക് മലയാളത്തിലേക്ക് വരാം. മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ വീക്കെൻഡ് വാർ എന്ന് പറഞ്ഞ്, ഇപ്പോൾ ഞാൻ ഇന്നലെ സംശയം പറഞ്ഞിരുന്നു വീക്കെൻഡ് വാർ എന്താ അവർ വീക്കെൻഡ് വാർ എന്നൊക്കെ പറയുന്നത്, എന്താണ് അതിൻ്റെ അവർ മീൻ ചെയ്യണതെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ജഡ്ജിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നും ഉണ്ടായിരുന്നു ഗസ്റ്റ് ജഡ്ജ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നാദ്രയും സെറീനയും ആയിരുന്നു ഗസ്റ്റ് ജഡ്ജായിട്ട് വന്നത്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട് സീസൺ 5 റീയൂണിയൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ ജഡ്ജസ് തമ്മിൽ അവിടെ ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. ബിഗ് ബോസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്ന പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ നിൽക്കട്ടെ. അപ്പം അത് ഇന്നലെ കൊടുത്ത പോലെ ഒരു മാസ്ക് ഓഫ് സെഷൻ കൊടുത്തായിരുന്നു. മാസ്ക് ഓഫ് സെഷൻ കൊടുത്തതിൽ പ്രണവാണ് വന്നത്. ആദ്യം പ്രണവിന് കൊടുത്തത് സിനിമയാണ്. ദെൻ സെക്കൻഡ് വണ് സോനയ്ക്ക് കറേജ് എന്ന് പറഞ്ഞിട്ട്, ധൈര്യം എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് കൊടുത്തത്. പക്ഷേ ധൈര്യത്തേക്കാൾ കൂടുതൽ ആ കുട്ടി തൻ്റെ ഇടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആയിരുന്നു അത്, നന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ റിയാസ് പറയുന്നുണ്ട് ഈ ഒരു റൗണ്ട് ഉള്ളത് കൊണ്ടാണ് സോനയുടെ പേഴ്സണാലിറ്റി മനസ്സിലായത്. രഞ്ജിനി തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇതാണ്, നിങ്ങൾക്കെന്നല്ല പുറത്തിരിക്കുന്ന വ്യൂവേഴ്സിനും ഇവരുടെ പേഴ്സണാലിറ്റിയോ ഇവരുടെ മെൻ്റൽ എബിലിറ്റിയോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവസാനമാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്രൂ മെമ്പേഴ്സ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവരുടെ പേഴ്സണാലിറ്റിയും ഇവരുടെ മെൻ്റൽ എബിലിറ്റിയും ആയിരുന്നു ജഡ്ജസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തില്ല. ഞാൻ ഇത്രയൊന്നും ദിവസം വിചാരിച്ചിരുന്നത് ജഡ്ജസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വ്യൂവേഴ്സിന് കാണിക്കാതിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല എന്ന് ഇപ്പം മനസ്സിലായി. കാരണം അവർ പറയുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അവർ ചുമ്മാ അവിടെ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബിഹേവിയർ വെച്ച് നോക്കി അങ്ങനെ ഒരാളിനെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ചുമ്മാ അത് ഒരു ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെ ഒരു ഷോയിലേക്ക് ഒരാളിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊരു ശരിയായൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കതൊരു
അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ആ തുടക്കം മുതലേ പറയുന്നുണ്ട്, ആദ്യം തന്നെ പേഴ്സണാലിറ്റി പിന്നെ മെൻ്റൽ എബിലിറ്റി നോക്കിയിട്ട് ഇത് രണ്ടും ഓക്കെ ഇതിൽ രണ്ടിലും പെർഫെക്റ്റ് ആയവരെ വേണമായിരുന്നു കടത്തിവിടാൻ. അത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ രണ്ടും വേണമല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത്. വെറും പോസിറ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരെ മാത്രം കയറ്റി വിട്ടിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അവിടെ ചെന്നിട്ട് മോട്ടിവേഷൻ സ്പീച്ച് നടത്താനല്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമായിരുന്നു പിന്നെ അവർക്ക് ടാസ്ക് കൊടുക്കാൻ. അല്ല, ഇതിപ്പോൾ അവർ 40 പേരെയും പിടിച്ച് കയറ്റി ടാസ്ക് കൊടുത്ത് ടാസ്ക് കളിച്ച അടിസ്ഥാനത്തിൽ അവരെ എവിക്റ്റ് ചെയ്ത് വിട്ട് എത്രയോ നല്ല മെൻ്റൽ എബിലിറ്റി ഉള്ളവർ പുറത്തായി പോയിട്ടുണ്ടാവും. അത് ഒരു അൺഫെയർ അല്ലേ? അത് അവർക്കുള്ളൊരു ചാൻസ് അല്ലേ നഷ്ടപ്പെട്ടത്? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ടാസ്ക് കളിക്കാൻ മാത്രമല്ലല്ലോ, അവർക്ക് മെൻ്റൽ എബിലിറ്റി വേണമല്ലോ. അപ്പോൾ ഞാൻ അത് ആ ഒരു ഒപ്പീനിയൻ എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തൊട്ടേ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ പ്രണവ് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് വന്നത്, ബിഗ് ബോസിൽ വന്നതെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒരു സിനിമയിൽ കയറാൻ വേണ്ടി ബിഗ് ബോസിൽ വരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിൽ വരുന്നതിന് പല ഇതുമുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം വന്നെന്തോ അവന് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് കയറിയതായിരിക്കാം. ഓക്കെ. നെക്സ്റ്റ് വണ്ണ് അമൃതയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമൃതയ്ക്ക് മലയാളം കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അവൾ സംസാരിക്കുന്നുണ്ട് നന്നായിട്ട്. ഫാദർ എന്നാണ് സബ്ജക്റ്റ് കിട്ടിയത്. കുട്ടി അഡ്വക്കേറ്റാണ് ആ കുട്ടി. പക്ഷേ ആ കുട്ടിയുടെ സ്പീച്ച് കേട്ടപ്പം എനിക്കത് നന്നായിട്ട് ഫീലായി. നമ്മുടെ ഒരു ഹാർട്ടിൽ കൊളുത്തി വലിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ. കാരണം എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഇതാണ് അവളുടെ സംസാരം കേട്ടപ്പോൾ. അതായത് അവളുടെ ലൈഫായിട്ടല്ല അവളും ഫാദറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഫാദറുമായിട്ടുള്ള ഒരു റിലേഷനും ഒരു ബോണ്ടിങ്ങും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാനും ഡാഡിയും അങ്ങനെയായിരുന്നു, ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഞങ്ങളപ്പോൾ. എനിക്ക് ഇതേപോലെ ഡാഡി മരിച്ച സമയത്തുള്ള ഒരു ഇതുമൊക്കെ എനിക്ക് എൻ്റെ മെമ്മറിയിലോട്ട് പെട്ടെന്ന് വന്നു. എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നതാണ്, എന്നാലും എനിക്കത് വല്ലാണ്ട് മിസ് ചെയ്തു. ആ ഒരു സമയത്ത് നമുക്ക് ചില സമയത്ത് ഉണ്ടാവുമല്ലോ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഈ സ്പീച്ച് കേട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു വല്ലാത്തൊരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ കുട്ടി ഭയങ്കര ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നതും. ഓക്കെ. എനിവേസ്, അപ്പോൾ അത്രയും കഴിഞ്ഞു, മാസ്ക് ഓഫ് സെഷൻ കഴിഞ്ഞു. ഇനി ഇന്നിട്ട് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറേ ഒബ്ജക്ട്സ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് 4 പേരാണ് ഒരു ടീമിലുണ്ടാവുക. അതിനകത്തുനിന്ന് ഒരാൾ ഓടിപ്പോയിട്ട് അതിലെ സാധനം എടുത്തിട്ട് ഈ ഒരു റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിനുള്ളിൽ നിൽക്കുന്ന മറ്റേ ആൾക്ക് ഇത് കൊണ്ടു കൊടുക്കണം. ആ ആൾ ഇപ്പുറം നിൽക്കുന്ന 2 പേർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഈ 2 പേര് ചേർന്നിട്ട് ഒരു ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള എന്തെങ്കിലും ഏറ്റവും നീളത്തിലൊരു രൂപം ഉണ്ടാക്കണം. അതാണ് ടാസ്ക്. അപ്പോൾ ഇതിൽ ടാസ്കിന് ടീം ലീഡേഴ്സിനെ ആരും സെലക്ട് ചെയ്യുകയല്ല, കണ്ടസ്റ്റൻസ് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു കണ്ടസ്റ്റൻസ് ആദ്യം സെലക്ട് ചെയ്യുന്നത് ടാഷിയാണ്. രണ്ടാമത് ഷിബിന മുന്നോട്ട് വരികയാണ്, ഞാൻ ടീം ലീഡർ ആവാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ കുട്ടിയുടെ സ്പിരിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതാണ് ബിഗ് ബോസിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ ആ കുട്ടി മുന്നോട്ട് വരുവാണ്. അത് ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്തു. മൂന്നാമത്തത് രാകേഷിനെ നോമിനേറ്റ് ചെയ്യുന്നു, 4മത്തേത് എൽദോനെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ 4 പേരുമാണ് ടീം മെമ്പേഴ്സ്. ആദ്യം കളിച്ചത് ടാഷിയുടെയും എൽദോയുടെയും ടീമാണ്. അതിൽ എൽദോയുടെ ടീം വിൻ ചെയ്തു. പക്ഷേ ടീം മെമ്പേഴ്സിന് ഒരു കോർഡിനേഷൻ ഉണ്ടായില്ല. ജഡ്ജസ് അതെടുത്ത് പറയേണ്ടത്. നമുക്ക് ഗെയിം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്തു. കാരണം ടീം മെമ്പേഴ്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലേ. വെറുതെ പോകുക, അളകനന്ദയൊക്കെ പോയിട്ട് വെറുതെ ഓരോന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് വരുന്നു. എൽദോ ആണെങ്കിൽ ഇത് കയ്യെ പിടിച്ചിട്ട് ഇത് എന്താ ചെയ്യുക എന്നുള്ള മട്ടിൽ നിൽക്കുന്നു. പിന്നെ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പുള്ളി ഫോം ചെയ്തു. അങ്ങനെയാണ് ആ ടീമിനെ പുള്ളി ഒറ്റയ്ക്ക് ജയിപ്പിച്ച പോലെ, അത് അഖില എടുത്ത് പറയുന്നുണ്ട്, പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിച്ചതുപോലെ ഫീൽ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഈ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് വിട്ടത് അളകനന്ദ, പ്രണവ്, അഫ്നിയാസ് എന്ന് തന്നെയാന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അഫിയാസ് എന്നാണോ അഫ്നിയാസ് എന്നാണോ അറിയില്ല. പിന്നെ വൈശാഖി. 4 പേരെ ഔട്ട് ഹൗസിലേക്ക് വിട്ടിട്ടുണ്ട്. അടുത്തത് ഷിബിനയുടെയും രാകേഷിൻ്റെയും ടീമായിരുന്നു. വിൻ ചെയ്തത് ഷിബിനയുടെ ടീമാണ്. പക്ഷേ എൻ്റെ പേര് നല്ല രീതിക്ക് കളിച്ചു. അപ്പോൾ ഷിബിനയുടെ ടീമാണ് വിൻ ചെയ്തത്. 2 ടീമും നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. ഷിബിനയുടെ ടീമിൻ്റെ സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി ആയിരുന്നു. അവരാണ് ഗെയിം ജയിച്ചത്. ഷിജിനാണ് ബ്ലോക്ക് ഇത് ഉണ്ടാക്കിയത്.
നല്ല കോർഡിനേഷനോട് കൂടി ചെയ്തു. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട് രാകേഷ് ഒരു കാർപ്പൻ്റർ ആയതുകൊണ്ട് അവരായിരിക്കും വിൻ ചെയ്യുക, കാരണം ബ്ലോഗ്സിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് അറിയാമല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ അവരായിരിക്കും വിൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ടീമിൽ നിന്ന് ഈ 2 ടീമിൽ നിന്നും രാകേഷ്, ശ്യാം, ലോലിറ്റ ഇവരെ ഔട്ട് ഹൗസിലേക്ക് വിടുന്നുണ്ട്. ഇനി ഇന്ന് വന്ന ജഡ്ജസിന് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പവറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഔട്ട് ഹൗസിൽ പോയ അഫിനാസ് ആ കുട്ടീനെ സേവ് ചെയ്യുന്നു, പകരം അമൃതയെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നുണ്ട്. എനിക്ക് ഇതിനിടയിൽ ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്ന ആ ഒരു സമയത്ത് നാദിറ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. കാരണം നാദിറ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ലാംഗ്വേജിൻ്റെ അതുകൊണ്ട് നമുക്ക് ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഔട്ട് ഹൗസിലേക്ക് മാറ്റിയൊരു സംഗതിയല്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നാദിറയ്ക്ക് അത് വേറൊരു രീതിയിൽ പറയായിരുന്നു. കാരണം ഇത് പറയുന്ന സമയത്ത് ലാംഗ്വേജ് അറിയാത്തതല്ല, ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആക്സെപ്റ്റൻസ് കുറവാണെന്ന് പറയായിരുന്നു. പക്ഷെ നാദിറ പറഞ്ഞത് ലാംഗ്വേജിൻ്റെ ബാരിയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വിദേശത്തൊക്കെ പഠിച്ചു വന്നിട്ടുള്ളവർ ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. മലയാളം ശരിക്കും അറിയാത്ത ജിസയിൽ മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ജാൻമണി വന്നിട്ടുണ്ട്. അതുപോലെ മലയാളീസ് തമിഴിലും തെലുങ്ക് ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തമിഴ് ബിഗ് ബോസിൽ പോയിട്ട് റണ്ണറപ്പ് ആയിരുന്നോ വിന്നറായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓവിയ തമിഴ് ബിഗ് ബോസിൽ പോയിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ഇത് ടോപ്പ് 5 എനിക്ക് അതാണോന്ന് അറിയില്ല, എന്തായാലും ടോപ്പ് 3 ഉണ്ടായിരുന്നതാണ് ഓവിയ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയണം? അപ്പം അത് ഒരു ശരിയല്ല. പക്ഷെ അഖിൽ അത് ലാസ്റ്റ് തിരുത്തി കൊടുക്കുന്നുണ്ട്. അവർ എലിമിനേഷൻ്റെ ടൈമിൽ തിരുത്തി കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്സെപ്റ്റൻസിൻ്റെ കാര്യമൊക്കെ അഖിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഔട്ട് ഹൗസിലുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുസേഷൻ റൗണ്ടാണ്. അതായത് അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിൽ കുറേ ലോട്ട്സ് ഉണ്ട്. ആ ലോട്ട്സിനകത്ത് നിന്ന് അവർക്ക് കിട്ടുന്നത് എടുത്തിട്ട് അവർ ഈ നിൽക്കുന്ന 7 പേരെ 7 ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 7 പേരുണ്ടല്ലോ, ഔട്ട് ഹൗസിൽ നിൽക്കുന്ന 7 പേരെ ഒരാളെ ചൂസ് ചെയ്തിട്ട് അയാളെ അക്യൂസ് ചെയ്യണം, കാര്യകാരണം പറഞ്ഞിട്ട്. അപ്പോൾ പ്രണവിന് കിട്ടുന്നത് കൺഫ്യൂസ്ഡ് ആണ്. പ്രണവ് വൈശാഖിനെ അക്യൂസ് ചെയ്യുന്നു. അളകനന്ദയ്ക്ക് കിട്ടുന്നത് നോട്ട് ഡിസേർവിംഗ് ആണ്. അളകനന്ദ അമൃതയെ അക്യൂസ് ചെയ്യുന്നു. അമൃതയ്ക്ക് കിട്ടുന്നത് മാനിപ്പുലേറ്റിംഗ് ആണ്. അത് അവൾ അളകനന്ദയെ അക്യൂസ് ചെയ്യുന്നു. വിശാഖിന് കിട്ടുന്നത് ബോറിംഗ് ആണ്. വിശാഖ് ശ്യാമിനെ അക്യൂസ് ചെയ്യുന്നു. ശ്യാമിന് കിട്ടുന്നത് ഫേക്ക് ആണ്. ശ്യാം വന്നിട്ട് പ്രണവിനെ അക്യൂസ് ചെയ്യുന്നു. രാകേഷിന് കിട്ടുന്ന ഇൻവിസിബിൾ. രാകേഷും പ്രണവിനെയാണ് അക്യൂസ് ചെയ്യുന്നത്. ലോലിറ്റയ്ക്ക് കിട്ടുന്ന അറ്റൻഷൻ സീക്കർ. ലോലിറ്റ അമൃതയെ ആണ് അക്യൂസ് ചെയ്യുന്നത്. അത് അവൾ അറ്റൻഷൻ സീക്കർ ആണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നമ്മൾ കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ലല്ലോ, ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അറ്റൻഷൻ സീക്കർ എന്നാണ് ആ കുട്ടി പറഞ്ഞത്, ആയിരിക്കാം. ഇതിൽ ആരോപണങ്ങൾ കിട്ടാത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ രാകേഷും ലോലിറ്റയും ആണെന്ന് അവർ കൈപൊക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജസ് ചോദിക്കുന്നത് നിങ്ങളുടെ എന്താണ് സ്ട്രെങ്ത് ആണോ വീക്ക്നെസ് ആണോ എന്ന്. രണ്ടും ആവാം. ഭയങ്കര സ്ട്രോങ് ആയവരെ ആരോപണപ്പെടുത്താൻ പറ്റില്ലല്ലോ, അതേപോലെ വീക്ക് ആയവരെ നമുക്ക് ആരോപണപ്പെടുത്താൻ കാര്യമൊന്നുമില്ല. എന്ത് പറയാൻ അവരെക്കുറിച്ച്? അപ്പോൾ ഇതിൽ രണ്ടിലേതും ആണല്ലോ. ഇനി എലിമിനേഷൻ വരുവാണ്. എലിമിനേഷനിൽ ഒരു ഗെയിം കൊടുക്കുകയാണ്. കുറേ ബോക്സസ് വെച്ചിട്ടുണ്ട്. ആ ബോക്സസിനകത്ത് ഇവർ പേര് വിളിക്കുന്ന സമയത്ത് കൈ ഉള്ളിലിടണം. എന്നിട്ട് എടുത്ത് പുറത്ത് കാണിക്കുമ്പോൾ റെഡ് ആണെങ്കിൽ ഔട്ട്, ഗ്രീൻ ആണെങ്കിൽ ഇന്ന്. ഇത്രയാണ്. അപ്പോൾ ഇതിനകത്ത് വൈശാഖ എന്താ പുള്ളി, പ്രണവ്, അമൃത, അളകനന്ദ ഈ 4 പേരും എലിമിനേറ്റ് ആയി. അപ്പോൾ 16 പേരുണ്ടായിരുന്ന ടീം 12 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ 12 പേര് സ്റ്റേജിലോട്ട് വിളിച്ച് നിർത്തുന്നതിനിടയിൽ റെനീഷ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജഡ്ജസ് വല്ലാതെ അത്രയും നന്നായിട്ട് നീതി പുലർത്തിയിട്ടാണ് ജഡ്ജ് ചെയ്തതെന്ന്. റെനീഷ, എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. റെനീഷ, അത് നമ്മൾ വ്യൂവേഴ്സിന് കൂടെ തോന്നണം നീതി പുലർത്തിയെന്ന്. നിങ്ങൾ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാതെ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാതെ നേരെ ടാസ്കും കളിപ്പിച്ച് ഈ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേരെ ഔട്ടാക്കി വിടുകയും ചെയ്തു. അതേപോലെ കുറച്ച് പേരോട് സോഫ്റ്റ് കോർണറും കാണിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടു നിൽക്കുന്ന വ്യൂവേഴ്സിന് തോന്നുന്ന ഒരു ഫീലാണ് ഇവിടെ നീതി പുലർത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണോ റെനീഷ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നീതി പുലർത്തുന്നു എന്ന് റെനീഷ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
ജഡ്ജസ് എവിടേക്കോ അൺഫെയർ ആവുന്നുണ്ടോ എന്ന്. അൺഫെയർ ആവില്ല, എന്നാലും ചില കാര്യങ്ങളിലൊക്കെ എവിടേക്കോ അൺഫെയർ ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും വോട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഹോട്ട്സ്റ്റാറിൽ നോക്കിയപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ടായിട്ടില്ല. എനിവേസ് ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താ ടി വിയിലെ എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കാം, ഏഷ്യാനെറ്റിലെ എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കാം വോട്ടിംഗ് വരുന്നത്. പിന്നെ ട്രയലൊക്കെ കാണിച്ചാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് തമിഴിലോട്ട് വരാം. തമിഴിൽ വന്നു കഴിഞ്ഞാൽ ഇന്നലെ സെലക്ട് ചെയ്ത 10 പേരും ആദ്യം ഡയറക്റ്റ് സെലക്ഷൻ കിട്ടിയ 12 പേരും ടോട്ടൽ 22 പേര് വെച്ചിട്ടാണ് ഉണ്മയാന പോട്ടി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 22 പേരെ വെച്ചിട്ട് ഇപ്പോൾ ഇവർ വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു മഡ്പിറ്റ് വെച്ചിട്ടുണ്ട്. ആ മഡ്പിറ്റ് വെച്ചിട്ട് എന്താണ് ടാസ്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് സെലക്ഷൻ കിട്ടി, നിങ്ങൾ വിളിച്ച് പറഞ്ഞോ, നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇതെന്തിനാണ് ഇത് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ കുറേ ഗെസ് ഒക്കെ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് ഒരു ട്രോളിക്കകത്ത് 2 കളർ ടീഷർട്ട്സ് കൊണ്ടുവരുന്നുണ്ട്, ബ്ലൂവും റെഡും ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അത് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയുന്നു. അത് ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ബാഡ്ജ് എടുക്കാൻ പറയുന്നു, ബ്ലൂ ടീമും റെഡ് ടീമും. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഡിനകത്ത്, ഈ പിറ്റിനകത്ത് കുറേ ബാഡ്ജസ് കിടപ്പുണ്ട്, കുറേ നമ്പേഴ്സ് കിടപ്പുണ്ട്. ആ നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ, നമ്മുടെ ബാഡ്ജിൻ്റെ കളറും നമ്പറും സെയിം ആയിട്ടുള്ളത് നമുക്ക് കിട്ടണം. സ്ട്രാറ്റജിക്കലായിട്ട് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണത്. പക്ഷേ ബസർ അടിക്കുമ്പോൾ 2 പേരെ 2 ബോക്സിനുള്ളിൽ 2 ഗ്രൂപ്പിനെ നിർത്തിയിട്ടുണ്ട്. ബസർ അടിക്കുമ്പോൾ ഒരാൾ മാത്രം ഇതിനകത്തുനിന്ന് ബോക്സിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി മഡ്പിറ്റി കച്ചെന്ന് സെർച്ച് ചെയ്തെടുക്കണം. ഇതാണ്, ബാക്കി ആരും പുറത്തിറങ്ങാൻ പാടില്ല. ഇതാണ് ഗെയിം. അപ്പോൾ ഇവർ റെഡ് ടീം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് കളിച്ചു, അവർ വിൻ ചെയ്തു. ബ്ലൂ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോയി, അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല, അവർ ഫെയിലായി, ഈ ഗെയിമിൽ ഫെയിലായി. അങ്ങനെ ബ്ലൂ ടീമിൽ ഫെയിലായ ടീമിൻ്റെ അടുത്ത് ഡേഞ്ചർ സോണിൽ വരെ ഏറ്റവും വേസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള 2 പേരെ സെലക്ട് ചെയ്യാൻ പറയുന്നു. അവർ മുനിയമ്മയും പ്രിയങ്കയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് റെഡ് സ്റ്റാർ കൊടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്. അവരവർ ചെയ്തിട്ടുള്ള കുറ്റത്തിന് എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും കോർഡിനേഷൻ ഇല്ലാതെ തെറ്റായ സ്ട്രാറ്റജി യൂസ് ചെയ്ത് അവർ പറയുന്നത് കേൾക്കാതെ ഗെയിം കളിച്ചതിൻ്റെ പേരിൽ അവരവരുടെ ഇതും ഇതായി ഏറ്റവും കൂടുതൽ ടൈം പിറ്റിൽ ചിലവഴിച്ച് ഏറ്റവും കൂടുതൽ കോയിൻ എടുത്തിട്ട് ഓരോ മാറ്റി അതായത് അവർക്ക് എടുക്കാൻ എളുപ്പത്തിന് മാറ്റി വെച്ച പ്രിയങ്കയെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്കിനി മുന്നോട്ടുള്ള ഗെയിമിൽ നമുക്ക് നോക്കാം പ്രിയങ്ക ടാർഗറ്റ് പെടുകയാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി റെഡ് ടീമിൻ്റെ അടുത്ത് ബെസ്റ്റ് പെർഫോമർ ആരാന്ന് ചോദിക്കുന്നു. അവർ സംയുക്ത എന്ന് പറഞ്ഞ കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് ഗ്രീൻ സ്റ്റാർ കൊടുക്കുന്നു. മറ്റവർക്ക് 2 പേർക്കും റെഡ് സ്റ്റാറാണ്. റെഡ് സ്റ്റാറിന് ഡിസഡ്വാൻറ്റേജും ഗ്രീൻ സ്റ്റാറിന് അഡ്വാൻറ്റേജും ആണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് തമിഴിൽ സംഭവിച്ചത്. ഇനി തെലുങ്കിലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ടായതെന്നൊന്നുമില്ല. ഇന്നലത്തേത് ബാക്കി ഗെയിം, അതായത് ഇന്ന് ടോപ്പ് 15 ഫയർ കാർഡ് ടാസ്ക്കാണ് നടന്നത്. ഫസ്റ്റ് അതിലാദ്യം വന്നിരുന്നത് നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ സീസൺ 1 വന്ന് ബിഗ് ബോസ് സീസൺ 9 സെക്കൻഡ് റണ്ണറപ്പായ ഡെമോൺ പവനായിരുന്നു വന്നത്. ഡെമോൺ കുറച്ച് രാമകൃഷ്ണയുടെ കൂടെ കുറച്ച് ആക്ടൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ സൃഷ്ടിയുടെ കൂടെ ഒരു ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ 2 പേരെയും തന്നെ ടാസ്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അതൊരു മെമ്മറി ടാസ്ക് ആയിരുന്നു. ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചതുരം വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ കുറേ കള്ളികൾ വരച്ചിട്ടുണ്ട്. പിന്നെ കുറേ ജോമെട്രിക്കൽ ബ്ലോക്സ് സ്റ്റേജ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൽ 30 സെക്കൻഡ് ടൈം ഇതിൻ്റെ ഓർഡർ കാണിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഓർത്തെടുത്തിട്ട് ചെയ്യണം. ഇടയ്ക്ക് നമുക്കൊന്ന് വേണമെങ്കിൽ വേറൊരു ഇതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്, അത് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അങ്ങനെ രാമകൃഷ്ണ 3-4 തവണയൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ജയിച്ചത് സൃഷ്ടിയാണ് ജയിച്ചത്. ഈ സൃഷ്ടിക്ക് കിട്ടിയിട്ടുള്ള കാർഡെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫയർ കാർഡാണ്. അപ്പോൾ ബ്ലൈൻഡ് ഫയർ കാർഡ് നവദീപിൻ്റെയാണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത് വന്ന ഗസ്റ്റ് ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യയാണ് വന്നത്. അപ്പോൾ ദിവ്യ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോമിനേഷൻ ടാസ്ക് കൊടുക്കുകയാണ് കണ്ടസ്റ്റൻസിന്. അതായത് ഇതുവരെ പ്രോപ്പറായിട്ട് ടാസ്കിൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത 4 പേരെ, ശാലിനി, ജാൻസി, ഭാഗി, പ്രിയങ്ക, അവർക്ക് ടാസ്ക് കൊടുക്കുകയാണ് നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ശാലിനി അപൂർവയെ നോമിനേറ്റ് ചെയ്യുന്നു, ജാൻസി ഹേമന്തിനെ, ഭാഗി ഗായത്രിയെ, പ്രിയങ്ക അപൂർവയെ അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നു.
അതിൽ ദിവ്യയ്ക്ക് കൺവിൻസ് ആയവരെയാണ് ദിവ്യ സെലക്ട് ചെയ്യുക. ദിവ്യയ്ക്ക് കൺവിൻസ് ആയത് പ്രിയങ്ക ഭാഗ്യയാണ്. അവരെ രണ്ടുപേരെയും സെലക്ട് ചെയ്യുന്നു. അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു രസകരമായ ടാസ്ക് ആയിരുന്നു. മെഷർ ദ ട്രഷർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ടേബിളിൽ കുറേ ഐറ്റംസ് ഉണ്ട്, അത് ഓരോ ഐറ്റം എടുത്ത് പുറത്ത് വയ്ക്കും, എന്നിട്ട് അത് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ട് കുറേ ടയർ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. ആ ടയറിനുള്ളിലൂടെ നടന്ന് അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറ് ഓപ്പൺ ചെയ്ത് ഒരു പോഡിയത്തിന് മുകളിൽ കയറി ഇറങ്ങി അവിടെയുള്ള സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് ആ മെഷർമെൻറ്റ് എഴുതണം. അത് മെഷർ ചെയ്യുന്ന അതായത് മെഷർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന സാധനം കൈ കൊണ്ടാണ് മെഷർ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പേന ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്. ഇങ്ങനെ മെഷർ ചെയ്തത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്കെയിലിൽ മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഇവരുടെ ഈ കൈയുടെ ബാലൻസ് തെറ്റിക്കാൻ കുറേ ഇതൊക്കെ കളിക്കുന്നുണ്ട്. എങ്ങനെയായാലും അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഒരു സ്കെൽട്ടൺ ഉണ്ടായിരുന്നു, ഒരു ഗിറ്റാർ, ഒരു ചിക്കൻ ബോണ്, ഒരു ജോക്കർ ബൂട്ട്സ്, ഗ്രേപ്സ്, പിന്നെ അത് വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ടേബിൾ, ഇത്രയും സാധനങ്ങൾ. അത് ടൈ ആയിരുന്നു. അപ്പോൾ ടൈ ബ്രേക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാമർ കൂടി കൊടുത്തു. ആ ഹാമറിൽ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭാഗ്യയാണ് വിൻ ചെയ്തത്. ഭാഗ്യയ്ക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ബ്ലൈൻഡ് ഫയർ കാർഡാണ്. ഭാഗ്യ അത് ശ്രീമുഖിക്ക് കൊടുത്തു. മൂന്നാമത് വന്നത് നമ്മുടെ ഹരിത ഹരീഷ്. അപ്പോൾ ദിവ്യ വന്നിട്ട് ദിവ്യ ഇതിൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. ദിവ്യ വന്നിട്ട് 12th വീക്കിൽ 84th ഡേയിലാണ് ദിവ്യ എവിക്റ്റായി പോകുന്നത്. മൂന്നാമത് വന്നത് ഹരിത ഹരീഷാണ്. ഹരിത ഹരീഷ് വന്നിട്ട് നമുക്ക് 4th വീക്കിലാണ് ബിഗ് ബോസിൽ സീസൺ 9 വന്നിട്ട് 4th വീക്കിലാണ് ഔട്ടായി പോയത്, 28ാമത്തെ ദിവസം. അപ്പോൾ ഹരിത ഹരീഷ് വന്നിട്ട് ഇതുവരെ ടാസ്ക് ചെയ്യാത്ത ശാലിനിക്കും ജാൻസിക്കുമാണ് ചാൻസ് കൊടുക്കുന്നത്. അത് നവദീപ് വന്നിട്ട് അത് ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ താട് പിഞ്ചിന ബന്ധം എന്നാണ് ടാസ്കിന് പേര് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസർ അടിക്കുമ്പം അവിടെ കുറേ കയറുകൾ വെച്ചിട്ടുണ്ട്, നീല ചുവപ്പും കളറിലുള്ള. 2 പേർക്കും 2 കളറ് കൊടുക്കുന്നു. ആ 2 കളർ കയറിൽ ബസർ അടിക്കുമ്പം അവരുടെ കുറേ എല്ലാവരെയും കണ്ടസ്റ്റൻസിനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് എല്ലാവരുടെയും കാലിലും ഇത് കെട്ടണം. കെട്ടി കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ഊരിക്കളയാം. അവരെ കൺവിൻസ് ചെയ്ത് കെട്ടണം. അപ്പോൾ അത് രണ്ടാമത് ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ ടീമിലാണ് കൂടുതൽ കാലിൽ കയറുള്ളത് അവർ വിൻ ചെയ്യും. അപ്പം അങ്ങനെ ആയിരുന്നു. അതിൽ ഇപ്പം നമ്മുടെ അപൂർവയും ഗായത്രിയൊക്കെ അഴിച്ച് കളയുന്നുണ്ട്. അങ്ങനെ അതിൽ ജയിച്ചത് ജാൻസിയാണ് ജയിച്ചത്. ജാൻസിക്ക് കിട്ടിയിട്ടത് ഹെഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഫയർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫയർ കാർഡ് ടാസ്ക് എൻഡ് ചെയ്തു. കാർഡ് ടാസ്ക് എൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട്, ഇല്ല കാർഡ് ടാസ്ക് എൻ്റെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യെല്ലോ കാർഡ് കൊണ്ട് സ്റ്റേജിൽ വരുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് എന്നിട്ട് അന്ന് കഴിഞ്ഞ സീസൺ കണ്ടവർക്കറിയാം, ഡേഞ്ചർ സോണിൽ, അതായത് ഓരോ എപ്പിസോഡിലും ഒരാൾ ഡേഞ്ചർ സോണിൽ പോകും. ആ ഡേഞ്ചർ സോണിൽ വരുന്ന ആൾക്കാണ് യെല്ലോ കാർഡ്. 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തത് റെഡാണ്, അവർ എലിമിനേറ്റ് ആവും, ഡയറക്റ്റ് എലിമിനേറ്റ് ആവും. ഇതാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇത്. അതുപോലെ ജാൻസി ഈ ബ്ലൈൻഡ് ഫയർ കാർഡ് അല്ലാതെ കിട്ടിയിട്ടുള്ള 4 പേരുണ്ടല്ലോ, ആ 4 പേർക്കും അവരുടേതായിട്ട് ഇത് ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടെന്ന് പറയുന്നു. ജാൻസിയാണ് വിൻ ചെയ്തത്. ജാൻസിക്ക് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ സംഭവിച്ചത്. ഇതിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അവർ ഗെയിം കളിക്കുന്ന സ്ട്രാറ്റജി, ഗെയിം കളിക്കുന്ന മെത്തേഡും ഒക്കെ ഒന്ന് മലയാളം അഗ്നിപരീക്ഷ ജഡ്ജസ് കണ്ടാൽ നന്നായിരിക്കും. കാരണം നമ്മൾ ബിഗ് ബോസിനുള്ളിലേക്കാണ് ആളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അല്ലാതെ നമ്മുടെ അഗ്നിപരീക്ഷയ്ക്ക് വേറെ കുഴപ്പമൊന്നും കണ്ടില്ല. ടാസ്കിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയും ജഡ്ജസിന് ചില സമയത്ത് എന്ത് പറയണം എന്ന ഒരു വ്യക്തതയില്ലായ്മ ഇനി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മുടെ 4 ഭാഷകളിലെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.